അല്ലടോ, എൻ്റെ പ്രണയത്തിൻ്റെ കഥകൾ പറഞ്ഞിട്ട് നിങ്ങളാരും അത് കേൾക്കുന്നില്ലേ? അതെന്താണ്? അത് കേൾക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? അതോ വേറൊരാളുടെ പ്രണയത്തിൽ നമ്മുടെ പ്രണയമായിട്ട് കണക്റ്റ് ആവാത്തതുകൊണ്ടോ? ലോകത്ത് എത്രമാത്രം പ്രണയങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാ പ്രണയം ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തകരുന്നത് ഒരുപോലെയാണ്, ഒരുമിച്ചാവുന്നത് ഒരുപോലെയാണ്. പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ബന്ധങ്ങൾ ചിലപ്പോഴേ കാണും, അത് ചിലരിലേ കാണും. അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് ഏതൊരു പ്രണയം മുന്നോട്ട് പോകും. ഏതൊരു വ്യക്തിയെയും നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയും. പക്ഷെ സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ സ്നേഹിച്ചാൽ മാത്രമേ അത് സ്വന്തമാക്കാൻ കഴിയൂ. ഇല്ലെങ്കിലുണ്ടല്ലോ, അർഹതപ്പെടാത്ത മുതലാണെങ്കിൽ എത്ര അടുത്താണെങ്കിൽ പോലും അത് നമുക്ക് നഷ്ടപ്പെടും. ഇനി നമുക്ക് വിധിച്ചതാണെങ്കിലോ, രണ്ട് മലകളുടെ ഇടയിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും ദൈവം നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. അത് സത്യാട്ടോ. പിന്നെ എൻ്റെ പ്രണയത്തിൽ നടന്ന ബാക്കി കഥകൾ കൂടി കേൾക്കണ്ടേ? എന്താണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിയണ്ടോ? പറയാട്ടാ. അല്ലടോ, താൻ ഇന്നും ഉണ്ടല്ലോ. അതെന്താന്നറിയില്ല, തന്നെ കാണാൻ എപ്പോഴും തോന്നുന്നുണ്ടേ. അതെന്തേ? അത് എന്താന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. എപ്പോഴും എന്നെ ഇങ്ങനെ വന്ന് കാണണം എന്നൊരു എന്താ പറയാ, മനസ്സിലാകാത്തൊരു ഇത്. എന്നെ എന്തിനാണ് കാണുന്നത്? അത് അത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. പക്ഷെ തന്നെ കാണണം എന്നുള്ളൊരു തോന്നലാണ് എപ്പോഴും. ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? തനിക്ക് എന്നോട് എന്തേലും പറയാനുണ്ടോ? അതെങ്ങനെ മനസ്സിലായി? അതെന്തോ എന്തേലും ഉണ്ടോ? എടോ, ആ പിന്നെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടാട്ടോ. പടച്ചോനെ, എടോ, കാര്യമായിട്ട് പറഞ്ഞ എനിക്കെന്നെ ഒരുപാട് ഇഷ്ടം. ഞാൻ ഇന്നും വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ്. സീരിയസ് ആയിട്ടോ? സീരിയസ് ആയിട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? താനിതിൻ്റെ ഇടയ്ക്ക് എവിടെയും കമ്മിറ്റഡ് ആയിട്ടില്ലല്ലോ? ഇതുവരെ ഇല്ല. എടോ, കമ്മിറ്റഡ് ആവില്ല കേട്ടോ. അത് നോക്കാം. പിന്നെ ശരിക്കും ഇഷ്ടാട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇഷ്ടമാണ്, സത്യമായിട്ടും. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിക്കുന്നത് എന്റെ വാപ്പ ഇക്കാക്കന്മാരൊക്കെ കണ്ട് വലിയ പ്രശ്നമാവും കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും പ്രശ്നമാവാറ്. അപ്പൊ തനിക്ക് കുഴപ്പമില്ലല്ലേ? അപ്പൊ തനിക്ക് കുഴപ്പമില്ലല്ലേ? അത് ഞാനിപ്പോ പറയില്ല, ഊഹിച്ചെടുത്തു. അപ്പൊ തനിക്ക് കുഴപ്പമില്ലന്നല്ലേ? അത് ഊഹിച്ചെടുത്തു. എടോ, താൻ പറയടോ, തനിക്ക് കുഴപ്പമുണ്ടോ? അത് ഞാൻ പിന്നെ പറയാം. ഞാൻ പോട്ടെ. പോവാണോ? ഞാൻ പോവാ. എടോ, പോവല്ല. ഇത് പറഞ്ഞിട്ട് പോ, പ്ലീസ് 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 പറഞ്ഞിട്ട് പോ, പ്ലീസ്. അത് ഊഹിച്ചെടുത്തോ?